Hello guys, welcome back to our channel. Mr. and Mrs. Pandit. So finally we are going to start the reaction of the movie Marco. Yes. So I am having so much guts and so Let's much see confidence. how much and what, she can I carry don't that know, guts to I watch don't this know. movie. Yes, so this is all him who has convinced me literally like anything. Still she is For- not ready. From 2 days actually. Otherwise he could have started. Already people have started giving reaction, but we just got late because of that. That I was not ready, and today also I'm not ready. But let's get started. Let's see how it Yes. goes. And this is a very brutal kind of movie which I have heard, and it's actually the one of the most brutal movie. What people What you people are have telling, claimed. and in So, theater also we people have are to puking and Correct. got unconscious. So you can understand my situation, right? So let's get started. People who know me, okay, what I'm talking about, they can understand. So okay, without wasting any time, let's get started. But usse pehle, if you're new to this channel, guys, please do subscribe us, and also please click on the notification bell. Yes, and also please follow us on Instagram. Yeah, तो चलो शुरू करते हैं. Yes. Oh, wait. Started. Kind of a wrestling is going on here. See, kind of. WWE, This matches actually should be banned, like. നിന്നെങ്ങനെ It's a മനസ്സിലായില്ല? bad here. India. That's my body this odor. all, this all Nonsense. doesn't happen. ഓടാ ഞാൻ ഡിയോഡ്രൻ്റ് അടിച്ചതാണല്ലോ പോരാത്തിന് ഇന്ന് രാവിലെ കുളിക്കുകയും ചെയ്തു. ചങ്ങാതി നന്നായ കണ്ണാടിയല്ല കണ്ണേ വേണ്ട. That's why I'm being honest. മതി ദേവന്മാരോട് കിടന്ന് അടിച്ചേക്കണത് നീ മണത്തല്ല പറയണത്, ഞാൻ പറഞ്ഞിട്ടല്ലേ. ഇനി ഇതിൻ്റെ ഇടയിലെങ്ങാനും പോലീസ് നിന്റെ കയ്യും പിടിച്ചോടാ ഞാനേ ഉള്ളൂ. മണം പിടിക്കല് He's blind thing, right? ആർക്ക് കിട്ടി? It is real. എനിക്ക് ആശ്വസിച്ച് അക്ബറല്ലേ അവന് അക്ബർ തല്ലുള്ളതാണ്. अच्छा ये लोग पैसा सा लगा के Waiting. waiting, हाँ. നീ ഇത്രയൊക്കെ സങ്കടപ്പെടാൻ. ഇത് നമ്മുടെ ഫൈനൽ റൗണ്ട് ഒന്നുമല്ലല്ലോ, ഫസ്റ്റ് റൗണ്ട് അല്ലേ? നീ അത് ഇക്ക, ആ വസീമേ, നിന്നെ എത്ര പ്രാവശ്യമായിട്ട് വിളിക്കാറാ? നീ ഇക്ക പറയുന്നൊന്ന് കേക്ക്. ഈ കച്ചവടം നമുക്ക് വേണ്ടിക്ക. ഫാർമസിന്റെ ലൈസൻസിൽ മയക്കുമരുന്ന് ഉണ്ടാക്കല. പടച്ചൂന് ഇറക്കണ കച്ചവടമാണ് ഇക്കത്. ഓ പിന്നെ നീ കാണിക്കുന്നതെല്ലാം പടച്ചവൻ നടക്കുന്നതാണല്ലോ. നീ എവിടേക്കാ പോകുന്നതെന്ന് എനിക്കറിയാം. ഇക്ക എന്തൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ സമ്മതിക്കൂല. അത് എൻ്റെയും കൂടി പേരുള്ള ലൈസൻസാണ്. ഇക്ക ഈ കണ്ട തെമ്മാടിത്തരൊക്കെ കാണിച്ചു തന്നിട്ട് കൊല്ല ഹജ്ജ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇക്ക മനസ്സിലായിക്കോ. ഡാ, ഇക്കാട്ട് എന്താ പ്രശ്നം? എടാ ആരിക്കാക്ക് എന്തൊക്കെയോ ഫണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്. കുറച്ച് വലിയ ഇഷ്യൂ ആണ്. അതിന് രക്ഷപ്പെടാൻ വേണ്ടി പുള്ളി ഏതോ കാർട്ടിൽ പോയി പെട്ടു. ഡ്രക്കാട്ടില്ല? ആ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഷിപ്മെന്റ് ചെയ്യാൻ നമ്മുടെ ഫാർമസിയുടെ ലൈസൻസ് ഉപയോഗിക്കുന്നത്. അത് എൻ്റെയും കൂടി പേരുള്ള കമ്പനിയല്ലേ. ये सब illegal होता ही रहता है. എടാ അവൻ ചെറുപ്പം മുതൽ ഇങ്ങനത്തെ പരിപാടിയാ. അവൻ ഒരിക്കലും നന്നാവില്ല. Oh, he got kidnapped or what? ഇതൊന്നും തലയിലെടുക്കല്ലേ It's like that. പ്ലീസ്. Okay. വസീം, Is someone else suddenly? Okay, police. വസീം. Oh. The execution, man. That scene and this scene. Okay. They are recreating recreating that the scene. So that they can get a clue. സർ, അയാൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം സെർജോ ഫെർബപ്പുരയാ. അവരുടെ ഫുഡ് സ്റ്റെപ്സ്. ഒരു ടെൻഷനും ഇല്ലാതെയാണ് ഞങ്ങളെ അപ്രോച്ച് ചെയ്തത്. ഹി വാസ് വെരി കാം. മർഡർ ചെയ്യുന്നത് അവർക്കൊരു ചെറിയ കാര്യമാണ്. ആൻഡ് ഫൈനലി അയാൾ വന്നതൊരു ഡിഫൻഡറിലാണ് സർ. അത് ഡിഫൻഡർ തന്നെയായിരുന്നു നിനക്ക് എങ്ങനെ മനസ്സിലായി? ഫ്രം മൈ ടച്ച്. Those who And are each blind, animal their defender. touch is. Their senses are something Senses are different. What completely different than normal us. people doesn't have. സാറേ, ഈ അന്ധനെ വെച്ചിട്ടുള്ള അന്താക്ഷരി ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലടോ, ഹീസ് ബ്രില്യൻറ്റ്. താൻ ആ ഫാക്ടറി കണ്ടോ? അതിവിടുത്തെ പൗരപ്രമുഖൻ പഴയ MP വിൻസെന്റ് ജെറോമിൻ്റെയാണ്. ഇതിൻ്റെ അകത്തിട്ടൊരു 100 പേരെ കത്തിച്ചാലും ജെറോം വിചാരിക്കാതെ നമ്മളറിയില്ല.
ഈ വിക്ടറിന്റെ സാക്ഷിമൊഴി മാത്രമാണ് വസീമിന്റെ കൊലപാതകയിലേക്കുള്ള ഏക ലീഡ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം അവൻ ഒരുപാട് മാറിപ്പോയിരുന്നു സർ. മോശം കൂട്ടുകെട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഓൺലൈൻ ഗെയിം, ബെറ്റിംഗ്, गलत लोग കാശ് അങ്ങനെ ഒരുപാട് കളഞ്ഞു. ये लोग His വസീമിന്റെ brother. അവസാനത്തെ കോൾ താരിഖിനായിരുന്നു. എന്തായിരുന്നു അന്ന് പറഞ്ഞത്? അതും ഇതുപോലെ കാശ് വെച്ചുള്ള വിളിയായിരുന്നു. വസീമിന്റെയും താരിഖിന്റെയും പേരിലല്ലേ എല്ലാ ബിസിനസ്സും? നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. മരണം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും നിങ്ങൾക്ക് ഇതുവരെ ഒന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ അല്ലേ? ഞങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് താരിഖിനോട് ആര് പറഞ്ഞു? आ गया वो डिफेंडर गाड़ी क्या शायद. This one only, na? Yeah. That's the guy. उसका भाई का ही जान पहचान है Yeah. तो I think he will also get killed or what? 100% sure He's and having that, you know, this guy keeping an eye on him. correct. Now I can understand. He knew everything. ഹലോ ഈഷ, എനിക്ക് ഇതിനെ പെട്ടെന്ന് കാണണം. Okay, where are you? Why Isha? You just call the police. ഇവിടെ നീ പെട്ടെന്ന് തന്നെ കാണാൻ വാ. Kidnapped. This movie starting से full on performance में आ गया है. Yeah. He's blind, man. Have some mercy on him. നിന്റെ കൂട്ടുകാരൻ വസീം എന്റെ ബിസിനസ്സിൽ ഒരു കരടായി വന്നപ്പോഴാ അവന്റെ ഇക്ക എന്റെ പാർട്ണർ താരിക്ക് തന്നെ പറഞ്ഞത് അവനെ തീർക്കാൻ. बस भाई भाई അവനോട് ലാഭമുള്ള ഏർപ്പാണ് എന്നിട്ടായി മുടക്ക് പറയുന്നത്. ഞാനിനി എത്ര പറഞ്ഞാലും അവൻ മാറാനും പോകുന്നില്ല. His brother is റസലെ, behind all. തീർത്തേക്കവനെ. 7 ലക്ഷം ദിക്കർ കുടുംബക്കാർ ചൊല്ലും. അവസാനം അവൻ പറഞ്ഞത് താരിഖിനെ രക്ഷിക്കണമെന്ന്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൻ ഇക്കാനെ. നമ്മുടെയൊക്കെ നെഞ്ചെടുപ്പ് കൂടെ അറിയാവുന്ന ആളാ നിന്നുണ്ടാക്കിയ മുതല്. അങ്ങേരോടിപ്പം ഞാൻ എന്ത് പറയും? കുരുടനായതുകൊണ്ടാടാ നിന്നെ വെറുതെ വിട്ടത്. നീ എങ്ങനെ എന്നെ ഐഡന്റിഫൈ ചെയ്ത്? എന്റെ പെർഫ്യൂം എനിക്ക് മരണത്തിന്റെ ഗന്ധമാടാ. The scent of death. നിങ്ങൾ ചെയ്യുന്നത് ഡ്രഗ് ബിസിനസ് ആണെന്ന് എനിക്കറിയാം. നശിപ്പിക്കും ഞാൻ നിന്നെ. പിന്നെ നിന്റെ മണം ശവത്തിന്റെ इसको भी ये नहीं छोड़ने वाला है. ചത്ത് ചീഞ്ഞോ പൂവരിച്ച ശവത്തിന്റെ मैं सोच रही हूँ बोल कैसे रहा है ये सब चीजें इन लोगों के सामने. Called out. ये आइडिया नहीं है कि ये लोग क्या कर क्या सकते कर सकते हैं? How many people are there? He's blind. shoot. What is this? Acid or what? हाँ oh man. सीरियसली ब्रूटल. मैं ऐसे खत्म कर जैसे कुछ नहीं था. इन लोगों के लिए झटके कुछ में. नहीं इधर मर्डरर. സാർ, തൃശ്ശൂർ വെച്ചാണ് അവർ അറ്റാക്ക് ചെയ്തത്. What is this in their mouth? പോയ സമാധാനം തിരിച്ചു കിട്ടൂലല്ലോ ടോണിച്ച. ഇനി എവരുമായിട്ടുള്ള ഇടപാട് നമുക്ക് നന്നാവൂല. ഒരിക്കലും ഞങ്ങളെ ധരിക്കില്ല സാറേ. ടോണിച്ചാൻ്റെ ഗോൾഡ് നോക്കാനാണ് ഞങ്ങൾക്കത് എന്തിനാണോ? ടോണിച്ച പ്ലീസ്. Oh, he's also here. So, He's fabulous like that. Kneel down and come forward. മുട്ടി കഴിഞ്ഞ് വരാൻ.
have something special for you. Alright. What is this special? ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊന്നെടുക്കാൻ എലിയും പൂച്ചയൊന്നും അല്ല. Okay. ഒരു കണ്ണ് പൊട്ടനാ കണ്ടുപിടിച്ചത്. Are you not ashamed? How do you feel now? ബെറ്റർ. ये है सब चीज കുട്ടികൾ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയാണ്. ശവത്തിൻ്റെ എണ്ണം പുറത്തു വരാതിരിക്കാൻ നാട്ടിൽ യുദ്ധവും അടിയന്തരാവസ്ഥയൊന്നുമില്ല. ബോഡിയുടെ ഒരു ചെറിയ ട്രേസ് പോലും ഉണ്ടാവരുത്. ഇല്ലെങ്കിൽ കാക്കിപ്പട്ടികളെ മണം പിടിച്ച് ഇവിടെ എത്തും. इसीलिए അവന് वो ആസിഡ് ഒഴുക്കിയിട്ടുണ്ട്. ജന്മം കൊടുത്തൊരു പോലും അവനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. Yes. ഡോണ്ട് ഫോളോ യുവർ ബ്രദേഴ്സ് ഫുഡ് സ്റ്റെപ്സ്. സൈറസ് ഈസ് ഇൻസെയിൻ. കൈയൊക്കെ കൊണ്ടല്ല കാര്യങ്ങൾ നേടേണ്ടത്. അപ്ലൈ യുവർ ബ്രെയിൻ. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച് മീ. वो दोनों भाई है. डीएनए तो मिलेगा. ഇതൊരു പുരുഷന്റെ ബോഡിയാണ്. ഏകദേശം 20-25 വയസ്സ് വരെ പ്രായം തോന്നും. വസ്ത്രങ്ങളും ബെൽറ്റും ഓർണമെന്റ്സും എല്ലാം ഉരുകി പിടിച്ച നിലയിലാണ്. എന്താസിഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ചില സ്പെഷ്യാലിറ്റീസ് ഉള്ള കെമിക്കലാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് വാട്ടറിൽ ലയിപ്പിച്ചു നമുക്ക് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഉണ്ടാക്കാം. അത് മറ്റുള്ള ആസിഡ്സ് പോലെ ഗ്ലാസ് The കണ്ടെയ്നറിൽ reason they started getting ഹൈലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള പോളിയെത്തിലീൻ പോലുള്ള കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുക. ഇറ്റ്സ് റിയലി ടോക്സിക് ആൻഡ് കൊറോസീവ് ആൻഡ് ക്യാൻ കോസ് സിവിയർ ബേൺസ്. അന്ന് രാവിലെ 10 മണി കഴിഞ്ഞാണ് അവസാനമായി വിളിച്ചത്. എന്നെ കാണണമെന്ന് പറഞ്ഞു. അതിനുശേഷം വിളിച്ചിട്ട് കിട്ടിയിട്ടുമില്ല. bus. They got to know who was he. എത്തിയിട്ടുമില്ല. വിക്ടർ എന്നല്ലേ പേര് പറഞ്ഞേ? ആള് നിങ്ങളുടെ ആരാ? എൻ്റെ ബോയ് ഫ്രണ്ടാണ്. ആൻഡ് ഈസ് ബ്ലൈൻഡ്. ബ്ലൈൻഡ്? നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? 3 years. വിക്ടർ ഒരു പെർഫ്യൂമറാണ്. ആൻഡ് ഹീസ് വെരി സ്മാർട്ട്. അവൻ വീട്ടിൽ പറയാതെ ട്രാവൽ ചെയ്യാറുണ്ട്. वो इसलिए वो परफ्यूम എന്നോടെല്ലാം പറയും. बता सकता था. പക്ഷെ ഇപ്പോ എനിക്കെന്തോ എന്തായാലും ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കൊടുത്തേക്ക്. Okay. इन लोगों को अभी तक समझ में नहीं आया एक्चुअली वो कौन था. സാർ, ഈ അന്ധനായ വിക്ടർ എന്ന് പറയുമ്പോ യെസ്, നമ്മുടെ വിക്ടർ. ആ കുട്ടിയുടെ നിന്ന് മാക്സിമം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. പിന്നെ ആ വിക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ആ ബോഡി ഇപ്പൊ ഈ കുട്ടിയെ കാണിക്കണോ സാർ? ആസിഡിലൊരുകിയ ഉടല് മാത്രമുള്ള ടോർസോ ആണ് അവളെ കാണിക്കാൻ പോകുന്നത്. ആദ്യം ആ ബോഡി ഐഡന്റിഫൈ ചെയ്യും. They are not sure. മരിച്ചത് വിക്ടർ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് ഉറപ്പുവരുത്തണ്ടേ? Okay. After seeing also she won't be able to recognize. And for DNA test also matching, they want some sample, right? Sample Against also is whom, not there. किसके against में वो उसे match करना है. സാറേ, ആ ബോഡി ഐഡന്റിഫൈ ചെയ്തു. ആ പയ്യന്റെ തന്നെയാ വിക്ടർ. അഡാട്ട് ജോർജിന്റെ ഇളയ സഹോദരനാണ് വിക്ടർ. വസീം മർഡർ കേസിൽ ഒരു സാക്ഷിയായിട്ടാണ് വിക്ടർ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമ്മുടെ ഡാറ്റാബേസിൽ വിക്ടറിന്റെ DNA ജോർജിൻ്റേതുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. എന്തിനും മടിക്കാത്ത ജോർജിനെ തീർച്ചയായിട്ടും ഭയക്കണം. എന്നാൽ അവിടെ ഒരു നായുണ്ട്, an obedient pitbull. ദത്ത് സഹോദരൻ മാർക്കോ, എ ബോൺ ക്രിമിനൽ. ജോർജിന് കച്ചവടമാണ് വലുതെങ്കിൽ മാർക്കോയ്ക്ക് കുടുംബമാണ് വലുത്. ചെറുപ്പത്തിലെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടി നടത്തിയ അക്രമങ്ങളും കേസുകളും ഒക്കെ ഒരുപാടുണ്ട് മാർക്കോയുടെ പേരിൽ. ഇപ്പോൾ എൻഗേജ്മെന്റ് കഴിപ്പിച്ച് ഇറ്റലിക്ക് നാട് കടത്തിയിരിക്കുകയാണ് ജോർജ്. അല്ലേലും സ്വർണ്ണക്കച്ചവടം ഒരു നെറിയില്ലാത്തതാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാണ്. കൊന്നും കൊലപ്പെടുത്തിയും കുറെ കാശുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇതേപോലെ ആണുങ്ങളെ പരുന്തുംകാലിൽ പോണത് അവസാനം കാണേണ്ടി വരും. അച്ചായം പറഞ്ഞാല് കാര്യണ്ട്. ഞാനേ ഈ ചത്തുപോയ കണ്ണു കാണാത്ത ആ ചെറുക്കനില്ലേ, അവന്റെ തല തൊട്ടപ്പന സങ്കടം എനിക്കുണ്ട്. എവിടെ ഇവിടുത്തെ കാരണവര് ജോർജ്. जॉर्ज उसका बड़ा भाई है.
वो बॉर्न क्रिमिनल है राइट मार्को नहीं मार्को नहीं जॉर्ज भी तो मार्को बोला ना मार्को का ही डिस्क्रिप्शन वो दे रहा था अडॉप्टेड नहीं जॉर्ज के साथ मैच हुआ और मार्को भी है जो उसका वो है भाई है या क्या कुछ बोला ना उसके साथ काम करता है या भाई है ऐसा कुछ बोला और एक डॉग ओबीडियंट डॉग ജയ കോട്ടയത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്നൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം എങ്ങനെയാ ബാക്കി ചടങ്ങ് എന്ത് ചടങ്ങ് ഒരു മുഴത്തൂക്ക മാംസം ദർശനത്തിന് വെക്കണോ ജനിച്ചപ്പോഴേ ദൈവം അവന് കണ്ണു കൊടുത്തില്ല अच्छा ഇപ്പൊ उसका എടുക്കാൻ ये നേരം കയ്യുമില്ല भाई है കാലുമില്ല തലയുമില്ല അതങ്ങനെ ഒരു ജന്മം അച്ഛനോട് പറഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങൾ ഏർപ്പാടാക്കുക अब क्लास से लोग बहुत बड़ा होने वाला है एक से एक വേണ്ട അവൻ അടക്കം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ഒന്നുമില്ല മാർക്കോ അറിഞ്ഞെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? നീ ഒന്ന് ചുമ്മാ തരുന്നടാ. You shut up. He's a hero. He has huge swag. പക്ഷേ മമ്മ പറയാ അങ്കിൾ ഒരു ഡോഗാണ്, നമ്മുടെ വീട്ടിലെ കാവൽ നായ. അത് നിന്റെ മമ്മിക്ക് മാർക്കോച്ചന് ഇഷ്ടമല്ലാത്തോണ്ടാ. He's a hero, super hero. No, devil. നമ്മുടെ ഫാമിലിയിൽ ആർക്കെന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ ഒരാളേ ഉള്ളൂ. പക്ഷെ നമുക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു ദിവസം നമ്മൾ വീട്ടിലൊരു കോൾ വന്നു, റാൻസം കോൾ. അച്ചായ ജോണിയാണ്. ആടാ പട്ടി ജോണി പറയടാ. കുറച്ച് ചെമ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പണ്ടം വെച്ച് കുറച്ച് പൈസ വാങ്ങാന്ന് കരുതി. അതിന് നീ എന്തിനാടാ എന്നെ വിളിക്കുന്നത്? നേരെ പീടിയിലേക്ക് ചെന്നാ പോരെ. ഇത് സ്വർണ്ണപ്പണയല്ല, വേറെ ഐറ്റാ. നിന്റെ അനിയനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. പുന്നാരനെ തിരിച്ചു വേണമെങ്കിലേ 4 കിലോ ബിസ്ക്കറ്റ് അടിച്ച് 9.5 തിളക്കത്തിന് കൊണ്ടുപോണേ. ബെൽജിയം മില്ലോയ്സ് അവറ്റെങ്കിലും കടിച്ചു കീറുണ്ടെങ്കിലേ പണ്ടവും പണമായിട്ട് വാ. रैंसम कॉल है उसको बोल रहा है विक्टर. ओके सो अभी तक मार्को को हम देखे नहीं है. दिस इज द इंट्रो सीन बट डेफिनेटली आई एम सो गोइंग फॉरवर्ड मार्को आने वाला है राइट. यस मार्को का एंट्री होगा. सो दिस इज द आई थिंक मतलब इंट्रोडक्शन ऑफ मार्को, हाउ he is like you know he is a superhero according to those kids actually. So and also I think ये लोग स्टार्ट ऐसा नहीं किए कि एकदम मार्कोट का स्ट्रेट डीप डाइव इनटू करते हैं, बट ये लोग पहले बैकग्राउंड सेट किए और दोनों साइड का जो पावरफुल लोग हैं उन लोगों को दिखाया, उन लोगों के बारे में बताया कि कौन कितना पावरफुल है और उसका पुलिस का भी इन्वॉल्वमेंट है. The blind man is not an ordinary man. He is having a strong background and that is the main source of this I think revenge or fight, what do you call it. So maybe Marco will come into picture and Wasim भी है, उसका भी brother बहुत बड़ा एक मतलब ये है right, Tariq. So everything like if this movie is seeming very interesting. music जो background में चल रहा था, it was so stylish, you know. So yes, that is it for today's video. I hope you have enjoyed our reaction. If you do so, please don't forget to subscribe guys, and also please click on the like button to like this video and share this video with your friends and family. See you in the next video. Till then, bye.